തുടരാൻ സാധിക്കും? മുസ്ലിം ലീഗിന് യു ഡി എഫിൽ എത്ര കാലം തുടരാനാവും എന്നുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ലീഗും കോൺഗ്രസും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾക്ക്, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ആ കാര്യം നല്ല ബോധ്യമുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇവർ മതനിരപേക്ഷത പറയുക. കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ വടക്കേന്ത്യ മാത്രമല്ല, അത് അപ്പുറം കഴിഞ്ഞാൽ ഇല്ല. രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടി ചർച്ച ചെയ്യുന്ന വേളയിൽ പാർലമെൻറ്റ് സമ്മേളനം നീട്ടി ഒരു ദിവസം അതിനുവേണ്ടി മാത്രം ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ളവരെല്ലാം പിൻവലിച്ചു. കോൺഗ്രസ് എന്താ ചെയ്തത്? വിപ്പ് കൊടുത്തു. കോൺഗ്രസ് വിപ്പ് കൊടുത്ത് പറഞ്ഞ് മുഴുവൻ MP മാരും കൃത്യമായിട്ട് പങ്കെടുക്കണം എന്നാണ് തീരുമാനിച്ചത്. എന്തിൻ്റെ കാര്യത്തിലാണ് പങ്കെടുക്കുന്നത്? യഥാർത്ഥത്തിൽ രാമക്ഷേത്രം എതിർത്ത് സംസാരിക്കാൻ ആൾ വേണമെന്നാണ്. എതിർത്ത് സംസാരിക്കാൻ അവിടെ ഒരേ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് കക്ഷികളാണ് കോൺഗ്രസും BJP എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു, മറ്റൊന്ന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾ വിശ്വാസികൾക്കൊന്നും എതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഏത് വിശ്വാസിയായാലും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. വ്യക്തി എന്ന നിലയിൽ അവർക്കത് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഒരു ഭരണഘടനാപരമായ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് തന്നെ വർഗീയ പ്രചരണത്തിൻ്റെ ഉപകരണമായാലോ അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുക. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഇതിനോടെല്ലാം പ്രതികരിക്കുന്നുണ്ട്. മതനിരപേക്ഷ മനസ്സുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം. അതിൽ ഇടതുപക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കൾ 3 അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു വിശദീകരണം പോലെ ഇത് കേട്ടാൽ പോരാ, ഉത്കണ്ഠപ്പെടും കേരളത്തിലെ ജനങ്ങൾ. ഈ ഉത്കണ്ഠയാണോ മുസ്ലിം ലീഗിനെ വീണ്ടും വീണ്ടും UDFൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വയ്ക്കുന്ന? ഞാനിതിപ്പോൾ ലീഗിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറ്റിയാണ് ഞാൻ പൊതുവേ പറഞ്ഞത്. അതിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരും ഒക്കെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രബല വിഭാഗമാണ്. പക്ഷേ ലീഗിന് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി, മാഷ് വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എത്ര കാലം ലീഗിന് കോൺഗ്രസിനൊപ്പം തുടരാൻ സാധ്യതയുണ്ട്? മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഐക്യമാണ് UDF. അതെ, ആ UDFന് ഇന്നത്തെ പരിസ്ഥിതിയിൽ വലിയ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത്. UDF തന്നെ വലിയ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത്. കോൺഗ്രസ് അതിനേക്കാൾ വലിയ തകർച്ചയിലാണ്. അതിൻ്റെ ഒപ്പം ചേർന്ന് ലീഗിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു കുഴപ്പമാണെന്ന് ഞാൻ കാണുന്നില്ല. നയാപ്രശ്നം. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതനിരപേക്ഷ ഉള്ളടക്കത്തോട് ഫലപ്രദമായി സംവേദിക്കാനാവുന്നില്ല. അതാ അടിസ്ഥാന പ്രശ്നം. അതിൻ്റെ മേലെയുള്ള നിലപാട് കോൺഗ്രസിനും BJPക്കും കോൺഗ്രസിനും ലീഗിനും വ്യത്യസ്തമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രശ്നം സൃഷ്ടിക്കും. അത് എത്ര കാലം തുടരുമെന്നൊന്നും ഇപ്പം ഞാൻ പറയേണ്ടതല്ല. ഈ ഒരു പ്രശ്നം ലീഗിൻ്റെ നേതാക്കൾ ഒതുക്കിയാലും ലീഗിൻ്റെ അണികൾ ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യാതെ CPIM മുന്നണിക്ക് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നില്ല. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ, അതുപോലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ നല്ല ബഹുമാനത്തോടെ കാണുന്നുണ്ട്. പക്ഷേ ഈ സമസ്ത മുസ്ലിം സമുദായത്തിലെ ഒരു പ്രധാന സംഘടനയാണ്. സമസ്ത പോലും പലപ്പോഴും കോൺഗ്രസിനെ വാൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ലീഗിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നതാണ് സമസ്ത. ലീഗിനെ വാൺ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവരിലുണ്ടായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ മാറ്റം കൂടിയാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നയപരമായ കാര്യമായില്ല അടിസ്ഥാനപരമായിട്ടുള്ളത്. സമസ്തയായാലും AP ആയാലും സുന്നി വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠ അവരെടുക്കുന്ന നിലപാടിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. കേരളത്തിൽ സർക്കാരിനെതിരെ വലിയ പ്രചരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷവും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മുമ്പേ തള്ളിക്കളഞ്ഞാണ്. ഇപ്പോഴല്ല, കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ കേളിക്കൊട്ട്. കേന്ദ്ര ഏജൻസികളുടെയൊക്കെ പരക്കം പാച്ചലും, എന്നിട്ട് അതിൻ്റെ മേലെ സ്വർണ്ണക്കടത്തും
എല്ലാം കൂടി ചേർന്നൊരു വമ്പിച്ച പ്രശ്നമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ കുഴനാട് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് ഞങ്ങൾ അതിൻ്റെ അവജ്ഞയോട് തള്ളിക്കളിയാണ്. അല്ല, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയല്ലേ ഈ ഒരു വിവാദത്തിൻ്റെ ലക്ഷ്യം? ഒരു സംശയമില്ല, മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പല്ല, നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം. തെരഞ്ഞെടുപ്പിന് ഒരു രീതിയിലും ഈ വീണയ്ക്കെതിരായ ആക്രമണം ബാധിക്കില്ല, ഒന്നും ബാധിക്കില്ല, ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്നാണ്. ഒരു തരത്തിലും ബാധിക്കില്ല. കേരളത്തിൽ CPIM പ്രതീക്ഷിക്കുന്ന, പിടിച്ചെടുക്കാൻ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും? അങ്ങനെ പറയാൻ സാധിക്കുന്നതല്ല. 20 മണ്ഡലം പിടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാലും ഇല്ല, പിന്നെ ഉള്ളത് 20 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം. ഒന്നല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, അത് ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രാവശ്യം പ്രധാനമന്ത്രി പതിവില്ലാതെ കേരളത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് 3 പ്രാവശ്യം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞു. തൃശ്ശൂരിൽ 2 ആഴ്ചക്കുള്ളിൽ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2 അക്കം കിട്ടുന്നതാണ്. എങ്ങനെയാണത്? എങ്ങനെയുമില്ല, അതിലൊന്നും ഒരു ഉൾക്കണ്ടിയുള്ള ഒരാളല്ല ഞാൻ. അയാൾ ഇവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല. പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം വന്നാലും ഇവിടെ തന്നെ താമസിച്ചാലും. ഇനി പ്രധാനമന്ത്രി ഇവിടെ തന്നെ താമസിക്കുന്നു, കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ താമസിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനത്തെയും തകർത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ മാറ്റാനാവില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. പക്ഷേ തൃശ്ശൂരിൽ ഈ പ്രാവശ്യം എന്തു വിലയെടുത്തും തൃശ്ശൂർ പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വം ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് വലിയ പ്രചരണം നടത്തുകയാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ക്യാമ്പ് നടത്തിയതാണല്ലോ, എന്നിട്ട് അവിടെ ജയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികളൊന്നും 20 സീറ്റിലും ജയിക്കില്ല. പക്ഷേ ഇത്രയും കോൺഫിഡൻസോടെ അത് പറയാൻ കാരണം ഇല്ലാതുകൊണ്ട് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല ഇവിടെ കേരളത്തിൽ. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. മാഷ് ഇപ്പോൾ TV ഒക്കെ തുറന്നാൽ അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. മോഡിക്ക് വലിയ ഗ്യാരണ്ടി ഉണ്ട്. അത് 1600 കോടി റുപ്യ ഒരു ദിവസം ആസ്തി വർദ്ധിപ്പിക്കാനുള്ള അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂറാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല? അല്ല, ഞങ്ങളിതെല്ലാം കൂടി ചേർത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നാണല്ലോ ഈ ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ 20 സീറ്റും ജയിക്കുന്നു. അല്ല, പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പറ്റണമല്ലോ. കാരണം CPIM സാധിക്കുന്നത് പരിമിതമായ സംസ്ഥാനങ്ങളിലാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ പരിമിതി അവസാനിപ്പിക്കും. ഞങ്ങളെ രാഷ്ട്രീയ നിലപാടിലേക്കല്ലാണ്ട് ഈ രാജ്യം എവിടെ പോകാനാ, ഈ ലോകം എവിടെ പോകാനാണ്? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ മുതലാളിത്ത പ്രതിസന്ധി അവസാനിപ്പിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതായത് ഒരു 3ാമത്തെ ടേം ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ മത്സരം, നരേന്ദ്രമോദിയുടെ മത്സരം. മാഷ് ഇപ്പം PB അംഗം എന്നുള്ള നിലയിൽ വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞല്ലോ. അത് വെച്ച് നോക്കുമ്പം ഒരു 3ാമത്തെ ടേമിന് മോഡിക്ക് സാധ്യത എത്രമാത്രമാണ്? 3ാമത്തെ ടേമിന് യഥാർത്ഥത്തിൽ മോഡിക്ക് സാധ്യതയില്ല. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെപ്രാളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന MP-മാരെയും MLA-മാരെയും എല്ലാം വിലക്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? നിതീഷിനെ തന്നെ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താ? അവർക്ക് ഹിന്ദി ബെൽറ്റിൽ പ്രബലമായ ഒരു മത്സരം വന്നാൽ ജയിക്കാനാവില്ല എന്നവർക്കറിയാം. ദക്ഷിണേന്ത്യയിൽ മുമ്പേ സാധിക്കില്ല. ഹിന്ദി ബെൽറ്റിലും കൂടി അവർക്ക് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ BJPയുടെ അവസ്ഥ വളരെ വളരെ ദയനീയമായിരിക്കും. പക്ഷേ അവർ ആവർത്തിച്ച് പറയുന്നത് മോഡി തരംഗമാണ്, രാമതരംഗമാണ്, രാമക്ഷേത്ര തരംഗമാണെന്നാണ്. കേരളത്തിലെ വീടുകളിലും അക്ഷരം വിതരണം ചെയ്തുകൊണ്ട് പറയുന്നത് ഹിന്ദു രാജ്യം എന്നാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ പ്രഖ്യാപനം അവർ പ്രഖ്യാപിച്ചു. ഒരു 100 സംവത്സരത്തേക്ക് ഇനി രാമരാജ്യമായിരിക്കുന്നു, അല്ല ഹിന്ദു രാജ്യമാണെന്നുള്ള അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ ജനാധിപത്യ ശക്തികളെയും ഒപ്പം ചേർത്തുകൊണ്ട് വിശ്വാസികളെ കൂടി മുഖവിലക്കെടുത്ത് വർഗീയതക്കെതിരായി പൊരുതണം. ഇതാണ് കാര്യം. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇനി മുന്നണി വിപുലീകരണത്തിനുള്ള സാധ്യതയുണ്ടോ? മറ്റ് ഇപ്പം മുന്നണിയുടെ ഒപ്പം ഇല്ലാത്ത വിഭാഗങ്ങൾ ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇപ്പോഴും അങ്ങനെയുള്ള സാധ്യത നമ്മുടെ മുമ്പിലില്ല. ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒറ്റക്കെട്ടായിട്ട് തന്നെ മത്സരരംഗത്തേക്ക് പോവുകയാണ്, നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ചോദിച്ച ഒരു ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 പാർട്ടിയുടെ സെക്രട്ടറിമാർ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിലിരിക്കുന്ന ഒരു ചിത്രം വലിയ വൈറലായിരുന്നു. ഗോവിന്ദൻ മാഷും ബിനോയ് വിശ്വവും 2 സഖാക്കൾ ഒരുമിച്ചിരിക്കുന്ന ചിത്രം. അത്തരത്തിലുള്ള സന്ദേശം പാർട്ടിയിൽ മുന്നണിയിൽ നൽകുന്നത്, ആ ചിത്രം നൽകുന്നത് അല്ല, അതിലൊന്നും സന്ദേശമൊന്നുമല്ല. ഞങ്ങൾ 2 പരിപാടി കഴിഞ്ഞ് ഒരാൾ അവിടെ വന്നു, രണ്ടാൾക്ക് ട്രെയിനിന് പോകേണ്ട ആളിരുന്നു, അത്രയേ ഉള്ളൂ.
പക്ഷേ ഈ CPM-നെതിരെ CPI പറയുന്നത് വലിയ രീതിയിൽ വിവാദവും വാർത്തയാവാറുണ്ട്. ഇടുക്കിയിലെ തമ്മിൽ തല്ലോ എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു ക്യാബിനറ്റിൽ പോലും CPI മന്ത്രിമാർ പങ്കെടുക്കാതെ മാറിയെന്ന ചരിത്രമുണ്ട്. ഇതൊക്കെ മാറി ഇത്തരത്തിലൊരു ഐക്യപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? എല്ലാവരും കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഇവിടെ തമ്മിൽ കലഹിക്കേണ്ട ഒരു കാലമല്ല, എല്ലാം യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കാലമാണ്. രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ചുമതല. അതുകൊണ്ട് CPIയും ഒക്കെ ഏറ്റവും സജീവമായിട്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിലപാടാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. സാധാരണ പറയാറുള്ളൊരു കാര്യം, പാർട്ടിയും സർക്കാരിന് പാർട്ടി വഴങ്ങുന്നു എന്നുള്ള ആരോപണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ഒരു ആരോപണം. മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടി നടപ്പിലാക്കുന്നൊരവസ്ഥയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്നൊക്കെ ആക്ഷേപമുണ്ട്. മാഷ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ മാഷക്കാണ് ഇതിനെക്കുറിച്ച്? തെറ്റായ നിലപാടാണ്. പാർട്ടിയും ഗവൺമെൻറ്റും പരസ്പരം ആലോചിച്ച് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെൻറ് എന്ന നിലയിൽ പാർട്ടി തീരുമാനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ പാർട്ടി മുദ്രാവാക്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാനാവും എന്ന് ധരിക്കുന്ന രാഷ്ട്രീയമില്ലായ്മയാണ് പ്രശ്നം. രാഷ്ട്രീയ പരിമിതിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാർട്ടി നിലപാടും നയവും അതേപോലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ ധരിക്കുന്നത്. അതല്ല, അത് EMSൻ്റെ ഗവൺമെൻറ് മുതലുള്ള അതിൻ്റെ പരിമിതി എന്താണ്, അതിൻ്റെ സാധ്യത എന്താണ് എന്ന് കൃത്യമായിട്ട് EMS തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും എന്ന് ധരിക്കാൻ പാടില്ല. ഭരണകൂട വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അതാ പരിമിതി. ആ പരിമിതിയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം മുഴുവൻ ഈ ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുന്നതല്ല. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ സർക്കാരിനെ ഉള്ളൊരു മാൻഡേറ്റ് അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്തലായാൽ എങ്ങനെയായിരിക്കും? അല്ല, സർക്കാരിനെ എങ്ങനെ വിലയിരുത്താനാണ്? സർക്കാർ വേറെ, സംസ്ഥാന ഗവൺമെൻറ് വേറെ, കേന്ദ്രത്തിലേക്ക് നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വേറെ. അതുകൊണ്ട് അത് ഓരോന്ന് വരുമ്പോഴും ഇത് സർക്കാരിനെ വിലയിരുത്തലാണ് എന്ന് പറയുന്നതിലെല്ലാം വലിയ കാര്യമില്ല. എന്നാൽ സർക്കാരിൻ്റെ പൊതുവായ നിലപാടുകളെ ജനങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അത് ഒന്നാം ടേമിൻ്റെ അവസാനം ഇവിടെ കുപ്പായിട്ട് നടന്നതായിരുന്നല്ലോ UDF-കാർ ഭരണത്തിലേക്ക് വരാൻ. അത് ജനങ്ങളല്ലേ പൊളിച്ചത്, നിങ്ങളെ മാധ്യമങ്ങളൊന്നുമല്ലല്ലോ. മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു എന്നാണ്. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചത് കാലം കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ VD സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ള യാത്ര വഴിക്ക് എന്തൊക്കെയായി പോയി നമ്മൾ കണ്ടില്ലേ? എന്തൊക്കെയാണ് സംഭവിച്ചത്? അതായത് യാത്ര നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. യാത്ര നടത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നത്. ഒരു മനുഷ്യൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് അതിൻ്റെ ഭാഷ. അതാ ഞാൻ പറഞ്ഞത്. പത്രസമ്മേളന വേദിയിൽ വെച്ചുള്ള പ്രയോഗത്തെ അതാ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കണ്ണൂരുകാരാണോ? അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്, രീതിയാണ്. അതൊരു കാലഘട്ടം കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളതിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ ഒരു ഭാഷ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണത്. എത്ര മ്ലേച്ഛമാണ് ആ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കമാണ്. അപ്പോൾ UDF-ൻ്റെ അകത്ത് തർക്കമാണ്. UDF-ൽ തന്നെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളാണ്. ഇവർ ഓരോരുത്തരും തമ്മിൽ തന്നെ പ്രശ്നങ്ങളാണ്. ഗ്രൂപ്പുകൾ വിവിധ രീതിയിലുള്ള കുഴപ്പങ്ങളിലാണ്. എല്ലാം ചേർന്നുകൊണ്ട് വമ്പിച്ച കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ UDF കേരളത്തിലുള്ളത്.